ഹലോ ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മളൊരു സ്രാവ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഒരു ചൂടായി വന്ന പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ നല്ല തിളച്ച എണ്ണയിലോട്ട് എന്നിട്ട് ചെറിയുള്ളി ഇഞ്ചിഞ്ചായി അരിഞ്ഞെടുത്ത കുറച്ച് കഷ്ണം ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക്, കറിവേപ്പില, ഇഞ്ചി അങ്ങനത്തെ ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും എരിവ് വല്ലാതെ ഇഷ്ടമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ ഇതാക്കാറൊന്നുമില്ല. അപ്പൊ ഇതേ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മുളകും കറിവേപ്പിലയും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്താൽ മതി കേട്ടോ. കാരണം ഞങ്ങളൊന്നും അധികം എരിവൊന്നും കൂട്ടാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് ഒരുപാട് മുളകും ഇതൊന്നും ഇട്ട് കുറെ എരിവൊന്നും ഞങ്ങളെ ഇതിനുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എരിവ് മുളക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. മാക്സിമം ഈ പൊടികളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ഇപ്പൊ മുളക് പൊടി ആണെങ്കിൽ പച്ചമുളക് ഇടുക. മുളക് പൊടി ഒഴിവാക്കുക. ഈ മുളക് പൊടി ഇതൊക്കെ നമ്മുടെ രക്തത്തെ നീരാക്കി കളയുന്ന ഒരു സംഭവമാണ്. അതെ, നമ്മൾ പറഞ്ഞ് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ഒത്തിരി ചേർക്കണ്ട. കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനാണത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നല്ല പുളിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഈ എരിവും പുളിയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. ഇട്ട് കൊടുക്കട്ടോ. വെള്ളം നല്ല ഇത് നല്ല തിളച്ചിരിക്കുമ്പോ അതിലേക്ക് നമ്മൾ ഈ സ്രാവ് അങ്ങനെ നല്ല ഇതില് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു പ്രത്യേക മണം കിട്ടുന്നുണ്ട് കേട്ടോ. ആ മണം എന്നെ ഇങ്ങനെ അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്കുള്ള എല്ലാ മീനും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വരണ്ടേ. അപ്പൊ അത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. നമ്മളപ്പോ മൂടി വെക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഇരുന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. എന്താ പറയുക. അപ്പം അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.